ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സൂചന ധൂപ് ആ ഗയി കവിത കാ യഹ് അംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखें. നമ്മൾ പഠിച്ചിട്ടുള്ള ധൂപ് ആ ഗയി എന്ന കവിതയുടെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. പങ്ക്തിയാം സഹി രൂപ് ലിഖേം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പങ്ക്തിയാം സഹി രൂപ് സെ, പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ എന്താണ്, വരികളല്ലേ, വരികൾ. സഹി രൂപ് സെ ലിഖേം എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കപ്പോൾ ഇവിടെ ക്രമത്തിലാണോ കൊടുത്തിട്ടുള്ളത്. ആഗയി സുബഹ് സുബഹിക്ക് ധൂപ്പ്, ദെൻ കലിയ മഹിക്കി പ്യാരി പ്യാരി, ദെൻ മഹിക്കി ക്യാരി ക്യാരി കലിയാം, ഇത്തനി സാരി മഹിക്കി കലിയാം. ഇങ്ങനെയാണോ വരേണ്ടത്? അല്ലല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരികൾ വരേണ്ടത്? ധൂപ് ആഗയി സുബഹ് സുബഹിക്ക് എന്നാണല്ലേ. അപ്പോൾ ഒന്നാമത് വരിക ധൂപ്പ്, ദെൻ നെക്സ്റ്റ് ഏതാവും? സുബഹ് സുബഹിക്ക്, ആ ഗയി സുബഹ് സുബഹിക്ക് എന്നാണല്ലേ വരേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങോട്ടേക്ക് താഴേക്ക് എടുത്തെഴുതുക. ദെൻ നെക്സ്റ്റ് കലിയാം പ്യാരി പ്യാരി മഹ്കീം. ദെൻ തേർഡ് ലൈൻ എങ്ങനെയായിരിക്കും? കലിയാം ക്യാരി ക്യാരി മഹിക്കീം, ദെൻ കലിയാം ഇത്തനി സാരി മഹിക്കീം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രമത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. നമ്മുടെ കവിത നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ സുബഹ് സുബഹ് കോൻ ആകെ, രാവിലെ ആരാണ് വരുന്നത്? കലി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂമൊട്ട്. ദെൻ തിത്തലി ബട്ടർഫ്ലൈ, ധൂപ്പ് വെയിൽ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേഡല, പക്ഷി അല്ലേ. ഓക്കെ, അപ്പോൾ സുബഹ് സുബഹ് കോൻ ആകെ ഹേ, ഇവിടെ നോക്കിക്കേ. സുബഹ് സുബഹിക്ക് ധൂപ് ആകയി അല്ലേ, ധൂപ്പല്ലേ വരുന്നത്. ധൂപ് ആകയി സുബഹ് സുബഹിക്ക്. അപ്പോൾ ആരാണ് രാവിലെ വരിക? വെയിലാണല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? യെസ്, ധൂപ്പാണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ ധൂപ്. देन सूचना धूप आ गई कविता का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. कवितायां पंक्तियां की सही रूप से लिखें. കവിതയുടെ വരികൾ ശരിയായ രീതിയിലാണ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 4 ലൈൻസാണ് ഇപ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അഥവാ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നത് ലാസ്റ്റ്, രണ്ടാമത് കൊടുത്തത് ലാസ്റ്റ് 4 ലൈൻസ് ആണല്ലേ. ഓക്കെ, നമുക്ക് ആ വരികളൊന്ന് നോക്കാം. പങ്ക്തിയാം സഹി രൂപേ ലിഖിൻ ടണ്ടി ടണ്ടി ബഹ് രഹി ഹവ. അപ്പോൾ അതെങ്ങനെയാണ് വരിക? ഫസ്റ്റ് ഏതായിരിക്കും? ഹവ എന്ന് വരും. ദെൻ ഏതാവും വരിക? ടണ്ടി ടണ്ടി ബഹ് രഹി എന്നാണല്ലേ വരേണ്ടത്. ഇങ്ങനെയല്ലേ വരേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ നോക്കിക്കേ. ഗൂം രഹി ഫസ്റ്റ് വരും അല്ലേ. ദെൻ ഗൂം രഹി വഹ് ബഹ്ക്കി ബഹിക്കി, ഈ ഒരു ക്രമത്തിലല്ലേ വരിക. ദെൻ നെക്സ്റ്റ് ലൈൻ എങ്ങനെയായിരിക്കും? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ദെൻ ഫുദക് ഫുദക്കർ വേബി ചഹ്ക്കീം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്രമത്തിൽ താഴേക്ക് വരികളെടുത്ത് എഴുതുക. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. കോൻ ഉടുത്തി ഉടുത്തി ആയി, പറന്ന് പറന്ന് ആരാണ് വന്നത്? ഹവ കാറ്റ്, ധൂപ് വെയിൽ, സുബഹ് രാവിലെ, ദെൻ ചിടിയാം പക്ഷികൾ. ആരാ കൂട്ടുകാരെ പറന്ന് പറന്ന് വന്നത്? പക്ഷികളാണല്ലേ. അപ്പം എന്താ ആൻസർ വരിക? ചിടിയാം. അപ്പം ചിടിയാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സൂചന ചിത്ര പഹ്ചാനേം ഓർ ശബ്ദ ചുനിക്കർ ലിഖേം. ടോമി ഏക്, അവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതിയാൽ മതി. അപ്പം എന്താണ് ടോമി ഏക് പില്ല? ടോമി എന്നൊരു നായ്ക്കുട്ടിയാണല്ലേ. അപ്പം പില്ല, നായ്ക്കുട്ടിക്ക് എന്താ പറയുക? പില്ല. അപ്പം ടോമി ഏക് പില്ല ഹേ. ഉസേ എന്താവും? ചായ് ആണല്ലേ. ഇവിടെ നോക്കിക്കേ, ചായ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഉസേ ചായ് കെ സാത്ത് എന്താണ്? ബിസ്കൂട്ട്. ബിസ്കൂട്ട് ഗാന പസന്ത് ഹേ. വഹ് ബോളിന് ബാൾ എന്നാണല്ലേ പറയാ. വഹ് ബാൾ സേ ഗേൽത്താ ഹെ, അവൻ എന്ത് ചെയ്യാണ്? ബോൾ കൊണ്ട് കളിക്കുന്നു. ഓർ മക്കി സേ ലടുത്താ ഹെ, മക്കി. ഈച്ചയ്ക്ക് എന്താ പറയുക? മക്കി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് നോക്കി ഇത് ഓരോന്നും ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി കൊടുത്തത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ചിത്ര നേക്കേം നിർദ്ദേശയ്ക്ക് അനുസാർ രംഗ് വരേം. അപ്പം എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചിത്രത്തിന് നിറം കൊടുക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, 1 എന്ന് എഴുതിയെടുത്ത് നിങ്ങൾ എന്ത് കളറാണ് കൊടുക്കേണ്ടത്? ലാൽ അല്ലേ. ലാൽ എന്ന് പറഞ്ഞാൽ എന്ത് കളറാണ്? ചുവപ്പല്ലേ. ലാൽ എന്താണ്? ചുവപ്പ്.
ദെൻ ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച അല്ലേ, പച്ച. ദെൻ കാല കറുപ്പ് അല്ലേ, കറുപ്പ്. നീല നീല അല്ലേ. അപ്പോൾ ഈ ഓരോ കളേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ എക്സാമിന് പോകുമ്പോൾ ക്രയോൺസ് എടുക്കരുത്, മറന്നു പോകരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്രയോൺസ് കൊണ്ട് നിങ്ങൾ ഓരോന്നിനും അതിൻ്റേതായ നിറങ്ങൾ കൊടുക്കുക. ദെൻ ഫൂൽ കാ രംഗ് ക്യാ ഹേ? ഹര, കാല, നീല, ലാൽ. ഫൂൽ കാ രംഗ് ക്യാ ഹേ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, ഫൂലിൻ്റെ കളർ എന്താണ്? പൂവിൻ്റെ കളറ് ലാലാണല്ലേ. പൂവിൻ്റെ കളർ എന്താണ്? ലാലാണ്, ചുവപ്പാണ്. ഓക്കെ, ആൻസർ ലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചന ചിത്രയ്ക്ക് അനുസാർ വാക്ക് ലിഖിയും എന്നുള്ളതാണല്ലേ. ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ്? ലഡ്ക്ക് ഇരിക്കുന്നതാണ് അല്ലേ. ഇരിക്കുന്നതിന് എന്താ ഹിന്ദിയിൽ പറയുക നമ്മൾ? ബൈഠത്തി ഹേ എന്നാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ബൈഠത്തി ഹേ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഇവിടേക്ക് എടുത്ത് എഴുതുക. ദെൻ ലഡ്ക്ക്, പെൺകുട്ടി കളിക്കുകയാണല്ലേ. അപ്പോൾ എന്താ പറയുക? ഗേൽത്തി ഹേ. കളിക്കുന്നതിന് ഗേൽത്തി ഹേ. ദെൻ ലഡ്ക്ക് എന്ത് ചെയ്യാണ്? ഭക്ഷണം കഴിക്കുകയാണല്ലേ. ഭക്ഷണം കഴിക്കാൻ നമ്മൾ എന്താ പറയുക? ഗാത്തി ഹേ. അപ്പോൾ ഗാത്തി ഹേ എന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി കൊടുക്കുക. ദെൻ ലഡ്ക്ക് ഉറങ്ങുകയാണല്ലേ. ഉറങ്ങുന്നതിന് എന്താ പറയുക? സോത്തി ഹേ. ഓക്കെ. ദെൻ ലഡ്ക്ക് വായിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പഠിത്തി ഹേ. എല്ലാം കിട്ടിയല്ലോ. അപ്പോൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് എടുത്തങ്ങ് എഴുതുക. ഓക്കെ. ദെൻ പില്ലുക്ക പില്ല കവിതക പങ്ക്തിയാം ക്രം സേ ലിഖി. പില്ല എന്ന കവിതയിലെ വരികൾ എന്ത് ചെയ്യുക, ക്രമപ്പെടുത്തി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, നീതു കാത പില്ല ഏക്. നെക്സ്റ്റ് എങ്ങനെയാവും വരിക? നെക്സ്റ്റ് ലൈൻ ഏതാന്ന് ഓർമ്മയില്ലോ? ബദൻ പേ ഉസ്കെ രൂയേം അനേക് എന്നുള്ളതാണല്ലേ. ബദൻ പേ ഉസ്കെ രൂയേം അനേക്. അപ്പം നെക്സ്റ്റ് ലൈൻ ഏതാ വരിക? ഇതാണല്ലേ വരേണ്ടത്. ദെൻ ഏതായിരിക്കും? ചോട്ടി ടാങ്കെ ലംബി പൂഞ്ച്. ഈ വരിയാണല്ലേ. ദെൻ ഭൂരി ദാദി കാലി പൂഞ്ച്. നെക്സ്റ്റ് എഴുതണം മക്കി സേ വഹ് ലഡ്താദ ഗഡേ ഗഡേ കിർ പടുത്താദ. ഓക്കെ. അപ്പം ഈ ഒരു ക്രമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. കാണുന്ന ബോക്സിൽ വരികൾ ഓരോന്നായിട്ട് എഴുതി കൊടുക്കുക. ദെൻ ഗതിവിധി 6 നോക്കാം. സൂചന ശബ്ദ പഹ്ചാൻ കർ ലിഖിം. വാക്കുകൾ മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ഫസ്റ്റ് എന്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്? മേഘമാണല്ലേ. മേഘത്തിന് എന്താ പറയുക? ബാദൽ എന്നാണല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ബാദൽ എന്ന് എഴുതി കൊടുക്കുക. then എന്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? പൂമൊട്ടാണല്ലേ. പൂമൊട്ടിന് എന്താ പറയുക? കലി. എന്താണ്? കലി. then നെക്സ്റ്റ് ബേർഡ് ആണല്ലേ. ബേർഡിന് എന്താ പറയുക? ചിടിയ. then ആനയ്ക്ക് ഹാത്തി. വീടിന് എന്താണ്? ഗർ എന്നാണല്ലേ. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അനുയോജ്യമായ രീതിയിലൂടെ എഴുതി കൊടുക്കുക. അടി നോക്കിക്കുക, അവിടെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. സൂചന ചിത്ര പഹിജാനേയും ഓർലിക്കുകയും, ചിത്രം മനസ്സിലാക്കി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഫസ്റ്റ് തിത്തലി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം നോക്കിക്കേ, നമുക്ക് സണ്ണ്, സൂര്യൻ എന്താ പറയുക? സൂരജ് അല്ലേ. അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ? അവിടെ നോക്കിക്കേ, സൂരജ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഈ ബോക്സിൽ എഴുതി കൊടുക്കുക. ദെൻ ഫാനിന് എന്താ പറയുക? പങ്ക എന്നാണല്ലേ. അപ്പം പങ്ക എന്ന് എഴുതുക. ദെൻ ലഡ്ക്കയ്ക്ക് ആൺകുട്ടി ലഡ്ക്ക. ദെൻ ബുക്കാണല്ലേ കൊടുത്തിട്ടുള്ളത്. ബുക്കിന് എന്താ പറയുക? കിതാബ്. ദെൻ തിത്തലിയാണല്ലേ, ബട്ടർഫ്ലൈ. ഓക്കെ. അപ്പോൾ ഓരോന്നും കിട്ടിയല്ലോ. അപ്പോൾ അത് ഓരോ ബോക്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ. എളുപ്പമല്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി വായിച്ച് മനസ്സിലാക്കി പോവുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള 2 കവിതയും എന്ത് ചെയ്യുക, നന്നായി വായിച്ച് പോവുക. അപ്പോൾ വരികൾ ഇങ്ങനെ ക്രമം തെറ്റിച്ച് എഴുതും. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിയായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കവിത നന്നായി വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.